ഇപ്പോൾ നമുക്കൊപ്പം ഇന്ത്യയുടെ മുൻ അംബാസഡർ നയതന്ത്ര വിദഗ്ധൻ ശ്രീ ടി.പി. ശ്രീനിവാസൻ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സർ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഇനി സാമ്പത്തികമായി തന്നെ പൂർണ്ണമായും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്? അത് നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ ഇപ്പോൾ. ഇനി എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുക. ഇതൊരു സാധാരണ ഭീകര ആക്രമണമല്ല. ഇത് എൻ്റെ അഭിപ്രായത്തിലൊരു ജിയോ പൊളിറ്റിക്കൽ ആക്ഷനാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പോൾ പലതരത്തിൽ നോക്കിയാലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ലോകത്ത് വന്നിരിക്കുന്ന ഈ വലിയ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് തീർച്ചയായും അറിയാൻ കഴിയും ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളത്. ഇന്ന് ലോകത്ത് ഏത് ക്രൈസിസിലുണ്ടായാലും അതിൽ പങ്കെടുക്കുന്നവരോടെല്ലാം നേരിട്ട് വർത്തമാനം പറയുകയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ, വിശേഷിച്ച് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഇതൊക്കെയാണ് പാകിസ്ഥാനെ അലോസരപ്പെടുത്തിയത്. കാരണം പാകിസ്ഥാന്റെ ഭാവി എന്തായിരിക്കും, ഈ പുതിയ ലോകക്രമത്തിൽ ആരാണ് അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രശ്നം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓരോ പുതിയ തന്ത്രങ്ങളിൽ അവർ മെനയ്ക്കുന്നതും. അങ്ങനെ ഇന്ത്യയുടെ ഇപ്പോഴുള്ള അംഗീകാരം നശിപ്പിക്കാൻ വേണ്ടി അതിനവർക്ക് ആകെയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുപോയ കാശ്മീർ ഇഷ്യൂ ആണ്. നമ്മളെല്ലാം ഏർക്കുന്നു അത് കാശ്മീർ ഇഷ്യൂ സെക്യൂരിറ്റി കൗൺസിൽ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നുവെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടം നമ്മൾ കാണേണ്ടത്, അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു യങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായിട്ട് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം തുടങ്ങുന്നത് ഒരു യുദ്ധത്തോടെ ആകണമെന്ന്. ഇല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കാശ്മീർ പ്രോബ്ലം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാത്തത് ഐക്യരാഷ്ട്ര സംഘടന നമ്മൾ ഇപ്പോഴത് സെറ്റപ്പ് ചെയ്തേ ഉള്ളൂ. ലെറ്റ് ദി UN ഡിസൈഡ് എന്ന് പറഞ്ഞിട്ട് 15 കിലോമീറ്റർ പോയി യുദ്ധം ചെയ്യുന്നതിന് പകരം നമ്മൾ 1500 കിലോമീറ്റർ പോയിട്ടാണ് സെക്യൂരിറ്റി കൗൺസിലിൽ പോയി ഒരു പരാതി കൊടുത്തത്. അന്ന് നമ്മുടെ വിശ്വാസം ഇവരെല്ലാം ഒരു ഗുഡ് ഫെയ്ത്തിലായിരിക്കും ഇതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പഠിച്ച ഈ കഴിഞ്ഞ 80 വർഷമായിട്ട് നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. ഐക്യരാഷ്ട്ര സംഘടന ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ്, ഒരു ഡെമോക്രാറ്റിക് ബോഡിയല്ല. അവിടെ ഓരോ രാജ്യവും അവരുടെ ഭാവി നോക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ജസ്റ്റിസ് കൊടുക്കാനോ ഡെമോക്രാറ്റിക് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാനോ ഒന്നുമല്ല. തീർച്ചയായും കുറെ താല്പര്യങ്ങൾ അതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനിയിപ്പോൾ അങ്ങനെയുള്ള സമവായ ചർച്ചകൾക്കോ ഇടപെടലുകൾക്കോ ആയി കാത്തു നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ നടത്തിയ പ്രസ്താവന. ഇന്നലെ ബീഹാറിലെ മധുബനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പോയായാലും സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടി കൊടുക്കുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അത് ഒരിക്കലും ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതല്ല എന്നത് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ കരസേനാ മേധാവി ശ്രീനഗറിൽ ബൈസരൻ വാലിയിലൊക്കെ പോയി ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഓപ്പറേഷൻസിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ശ്രീ ടി.പി. ശ്രീനിവാസൻ മറ്റൊരു കാര്യം കൂടി, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഭീകരർക്ക് ഞങ്ങൾ സഹായം കൊടുക്കാറുണ്ട്, സാമ്പത്തികമായി സഹായിക്കാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാജ്യാന്തര സമിതിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് വീണ്ടും പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ, കരിമ്പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയല്ലേ. 2022 അവരിനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയ പട്ടികയാണ് FATFന്റെ ഗ്രേ ലിസ്റ്റ്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ വീണ്ടും ലംഘിക്കുകയാണല്ലോ. പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് വ്യക്തമായ ലംഘനമല്ലേ? അതെ, ആ ലിസ്റ്റിന്റെ കാര്യത്തിൽ തന്നെ അതൊരു പഴയ കഥയാണ്. അത് കാരണം അവർ മറ്റു കാര്യങ്ങൾ കൊണ്ടാണ്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്നസെൻസ് മനസ്സിലാക്കിയിട്ടുള്ള അല്ല മാറ്റം. ഇതൊരു പൊളിറ്റിക്കൽ ബോഡിയാണ്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് എല്ലാവരെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു നയമാണ് അവരെടുക്കുന്നത്. അതാണ് സെക്യൂരിറ്റി കൗൺസിലിലെ ആൻറ്റി ടെററിസം ബോഡിയും ചെയ്യുന്നത്. നമ്മളാണത് ചെയർ ചെയ്യുന്നത്. ഇന്ത്യയാണ് സെക്യൂരിറ്റി കൗൺസിലുള്ളപ്പോൾ അതിൻ്റെ ചെയർമാൻ. എന്നിട്ടും നമുക്കതിലൊന്നും മുമ്പോട്ട് പോകാൻ ഒക്കാത്തത് പലതരത്തിലുള്ള ബാലൻസിങ് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ്.
അതൊക്കെ മാറി മാറി വരികയാണ്. ചൈനയാണ് അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്, അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നു, അവരെ എതിർക്കാൻ മറ്റ് പെർമനന്റ് മെമ്പേഴ്സ് ഒന്നും തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഗെയിം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അതല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഡിപ്ലോമാറ്റിക് ഗെയിംസ് കളിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ മാറ്റം വരാൻ പോകുന്നില്ല. അവരോട് നമ്മൾ സംസാരിക്കുകയില്ല എന്നുള്ളതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണല്ലോ. ഭീകരവാദം തീർന്നില്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുകയില്ല എന്നുള്ളൊരു നയം നമുക്കുണ്ട്. പലപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗ് അതിൽ കൺസെഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീ നരേന്ദ്രമോദി ഒരു കൺസെഷനും ആ കാര്യത്തിൽ കൊടുത്തിട്ടില്ല. അതുപോലെ സീസ് ഫയർ ഓൺ ദ ബോർഡർ, അതൊക്കെ നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് പോരാ, ഇതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വിശ്വാസമാണ് ജനങ്ങൾക്കും ഗവൺമെന്റിനുമുള്ളത്. ഉറപ്പായും അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് പെഡലിംഗ് ആയിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.